നമുക്ക് ബിഗ് ബോസിലേക്ക് ഒന്ന് നോക്കിയാലോ. ബിഗ് ബോസ് എന്തൊക്കെ ആയി എന്ന് ലൈവ് കണ്ടു. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതാണ് ഞാൻ വന്നത്. ബിഗ് ബോസിൽ രേണു ഇപ്പോൾ സെപ്റ്റിക് ടാങ്കുമായിട്ടാണ് നടക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് അതൊരു കണ്ടന്റായിട്ട് എടുത്തിട്ട് ഇപ്പോൾ അക്ബറിനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്ബർ വന്നിട്ട് സോറി എല്ലാം പറഞ്ഞിട്ടുണ്ട്. സോറി ഒന്നും പറഞ്ഞതൊന്നും അവൾക്ക് പോരാ. പറഞ്ഞത് തന്നെ അത് ശരിയാണല്ലോ. ഇത് പറഞ്ഞ വാക്ക് എവിടെയും പാഞ്ഞു പോകുന്നില്ല. പക്ഷേ രേണു അതിൽ പിടിച്ച് കയറിയതിന്റെ കാര്യം, രേണുവിനെ അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. രേണു ചെയ്യാത്തത് മറ്റാരുടെയും കുറ്റവുമല്ല, രേണുവാണ് ചെയ്യേണ്ടത്. രേണു ഇവിടെ അഭിനയിച്ച് നടന്ന പോലെ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്ന് പറയുമ്പോൾ നേരെ നടന്നു വാ, ആ പ്രതീക്ഷന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്ക്, കൈയൊന്ന് പൊക്കിപ്പിടിക്ക്, ഡാൻസ് കളിക്കുന്ന രീതിയിൽ മുടി മുന്നോട്ടിട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ആക്ഷനും കട്ടും പറയുന്നത്. ഷോർട്ട് ഫോമിലും ആൽബത്തിലും അഭിനയിച്ച് പോയ ആൾക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ബിഗ് ബോസിലേക്ക് കയറിപ്പോയത്. അല്ലാതെ യോഗ്യതയില്ലാത്തവരെ ബിഗ് ബോസിലെടുത്താൽ ഇതുപോലിരിക്കും. അവളെ ഒന്ന് സഹായിക്കണമെന്ന് ഏഷ്യാനെറ്റിന് തോന്നി. അതുകൊണ്ട് ബിഗ് ബോസിലേക്ക് അവളെ വിളിച്ചു. അവൾ പോയി. അത്രയും വിചാരിച്ചാൽ മതി. ഒരു ദിവസം 50,000 രൂപയാണ് അവിടെ വെറുതെ ഇരിക്കുന്നതിന് കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്? 1,00,000 അവൾ ഒരു ദിവസത്തേക്ക് ചോദിച്ചത്. അപ്പൊ 50,000 വെച്ച് അവൾക്ക് കൊടുക്കാമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഈ ബിഗ് ബോസിൽ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞത് റേറ്റിന്റെ കാര്യമായിരുന്നു. 50,000 രൂപയും കൊടുത്ത് അവിടെ പോയി മുടിയും മുന്നോട്ട് നോക്കിയിട്ട് കുളിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഇത് ജാസ്മിന് പഠിച്ചതാണെന്നാണ് തോന്നുന്നത്. അതിവിടെ ബിഗ് ബോസിൽ പോകുന്നതിന്റെ മുന്നേ ഒരു ദിവസം ഏതോ ഒരു അഭിമുഖത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കാറുള്ളൂ. എങ്ങനെ പെണ്ണ നീ ആഴ്ചയിൽ ഒരിക്കലും കുളിച്ച്? ഈ ചൂടുകാലത്തായാലും മഴക്കാലത്തായാലും നമുക്കൊന്നും തന്നെ അങ്ങനെ നിൽക്കാനേ പറ്റില്ല. ഒരു ദിവസം 2 നേരം കുളിക്കുന്നവരാണ്, 2-ൽ കൂടുതൽ തവണ കുളിക്കുന്നവരും ഉണ്ട്. ഇതൊന്നും അല്ല വിഷയം. അക്ബർ ഖാൻ രേണുവിനോട് മാപ്പ് പറഞ്ഞു. അപ്പോൾ രേണുവിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞപ്പം രേണുവിനെ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പറഞ്ഞതുപോലെ തന്നെ നിൽക്കുകയാണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ അതിന് സമമായിട്ടല്ലേ അവൾ വേട്ടപ്പട്ടി എന്ന് വിളിച്ചത്. ഈ വേട്ടപ്പട്ടി എന്ന് വിളിച്ചത് നല്ല വാക്കാണോ? വേട്ടപ്പട്ടി, പട്ടി എന്ന് പറഞ്ഞാൽ അത് ഒരു മൃഗത്തിന്റെ പേരല്ലേ? അക്ബർ ഖാന്റെ പാരമ്പര്യത്തെ വരെ അവിടെ പറയുന്നില്ലേ? അതായത് പട്ടിയുടെ മോൻ പട്ടി എന്നുള്ള രീതിക്കാണ് വേട്ടപ്പട്ടി. അപ്പം അവള് പറയണത് ശൗര്യമുള്ളവൻ എന്നാണ് ഉദ്ദേശിച്ചതെന്ന്. അതെങ്ങനെയാ? ശൗര്യമുള്ളവനാണെങ്കിൽ വേറെ എന്തെല്ലാം പേരുണ്ട്? അടിച്ച് കീറുന്ന സിംഹമുണ്ട്, ആന ചിഹ്നം വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? അതൊക്കെ ശൗര്യമല്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പേര് പറഞ്ഞാൽ പോരെ? പുലിയുടെ പേര് പറഞ്ഞൂടെ? പുലിയും കടിച്ചു കയറും, സിംഹവും കടിച്ചു കയറും. അപ്പോൾ രേണു ഇനി ഇതിലെ പിടിച്ച് എന്തൊരു കണ്ടന്റായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാ ദിവസവും കണ്ടന്റ് ആക്കാൻ പറ്റൂല രേണു. മോഹൻലാൽ വരും, ചോദിക്കുമ്പം പറഞ്ഞാൽ മതി. അപ്പം മോഹൻലാൽ തന്നെ തീരുമാനിക്കട്ടെ ആരെ അകത്തിരുത്തണം, ആരെ പുറത്തുവിടണം എന്നുള്ളത്. ഇതൊക്കെ ഇപ്പൊ അക്ബർ ഖാനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല മോഹൻലാലിന്. എന്താ തിരിച്ച് വേട്ടപ്പട്ടി എന്ന് വിളിച്ചിട്ടുണ്ട്. അനീഷിനെ അപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ കുഞ്ഞുങ്ങളെ അടുത്ത് അപ്പിടാനുണ്ടോയെന്ന് ചോദിക്കും. അത് തന്നെ. അതും സെപ്റ്റിക് ടാങ്ക് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്നെ വേട്ടപ്പട്ടി എന്ന് വിളിച്ചെന്നും പറഞ്ഞ് അക്ബർ ഖാൻ അവിടെ കരഞ്ഞു മെഴുകാനോ സ്വയം പറഞ്ഞ് ഇങ്ങനെ നടക്കാനോ റൂമിനകത്തൂടെ വലം വെച്ച് മറ്റവരോട് പറഞ്ഞത് ശരിയാണോ ഒന്നുമില്ല. അത് ഗെയിമിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി എന്ന് ബിഗ് ബോസ് പറയും. രേണു നോക്കുന്നത് എന്താറിയോ? ഇത് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ കളിച്ചാൽ എനിക്ക് പുറത്തുള്ളവർ വോട്ട് ചെയ്ത് മുകളിൽ കയറി വരാമെന്നാണ്. അത് വിവരമില്ലാത്തവർ ചിലപ്പോൾ വോട്ടൊക്കെ ചെയ്യും. ഇത് പിന്നെ ടാസ്കിന്റെ ഭാഗമായിട്ട് എടുക്കുന്നവര് വോട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല രേണുവിന്. മനസ്സിലായില്ലേ? നമുക്ക് അതിനകത്ത് ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് അവിടുത്തെ ടാസ്കുകളൊക്കെ കൃത്യമായും പറഞ്ഞതുപോലെയും അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് ആര് തരുന്നോ അവർക്ക് വോട്ട് ചെയ്യുക. ഞാൻ അതാണ് വിചാരിച്ചത്. അല്ലാതെ അവിടെ പോയി ഇരുന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ വോട്ട് കൊടുത്ത് പിന്നെ ഇതിനെന്തൊരു വിലയാണുള്ളത്? ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും വിലയില്ലാന്ന് വെച്ച് നമ്മളും അതുപോലെ ആകണമെന്നൊന്നും ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ. രേണു ഇറക്കിയിരിക്കുന്ന പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു വിധവയാണ്. ഒരു വിധവയെ ഇങ്ങനെ പറയാമോ? ഇല്ല, പറയാൻ പാടില്ലേ? എന്തുകൊണ്ട്? വിധവകളുണ്ട് ഇവിടെ.
അവരൊക്കെ എന്തെല്ലാം കേട്ടിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ പ്രതികരിക്കാൻ നിന്നാൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ? വന്ന് ആരും എന്ത് പറഞ്ഞാലും ഇതൊന്നും എനിക്കൊന്നുമല്ല എന്ന് പറഞ്ഞവള് സെപ്റ്റിക് ടാങ്ക് വിളിച്ചപ്പോൾ തന്നെ ആ നിപ്പ് തന്നെ അവളൊരു ഞെട്ടലുണ്ട്. ഇങ്ങനെ രേണു അടുത്ത് നിൽക്കുമ്പം രേണുവിനെ ഞാനിട്ട പേര് സെപ്റ്റിക് ടാങ്ക് എന്നാണ്. ആ ഒരു ആക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ലൈവിൽ കണ്ടതാണല്ലോ. ഞാൻ വീട്ടിനകത്ത് കയറി പിന്നെ കുറച്ചില്ല ഉലാത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉലാത്തുക എന്ന് പറഞ്ഞാൽ നടക്കുക എന്നാണ്. ഇനി വേറെ ഒന്നും പറയല്ലേ, എന്നെ തെറി പറയാൻ വരല്ലേ. അവിടെ ഓരോരുത്തരുടെ അടുത്ത് പറയണുണ്ടായിരുന്നു രേണു സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്ന നിൽപ്പിൽ ഉരുകിപ്പോയി എന്ന്. എന്നിട്ട് അത് പറയുന്നവളാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അധികം ആക്രോശിക്കുന്നത്. ആദ്യം ഇവിടെ പുറത്തുനിന്ന് എന്തൊക്കെ കാണിച്ചെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ബിഗ് ബോസിനകത്ത് കയറിയ ചിലർക്കൊക്കെ അറിയുമായിരിക്കും. എല്ലാവരും ഇപ്പോൾ അവളുടെ വീഡിയോ കണ്ടവരാവണം എന്നില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് അവളുടെ ആക്രോശം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതും അവളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് ബിഗ് ബോസിനകത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. 18 പേരും പൊട്ടന്മാരല്ലല്ലോ. എല്ലാവരും അവൾക്ക് വിവരമില്ല എന്നാണോ? രേണുവിന് വിവരമുണ്ടല്ലോ, വിവരമില്ല ഒന്നുമില്ല. പിന്നെ എടി പോടി എന്നൊക്കെ വിളിക്കും. അത് ചിലപ്പോൾ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുമാകാം, അല്ലാതെയും വിളിക്കാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞതിനകത്ത് എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറായിട്ടുള്ളവരെയാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ രേണു ഫ്ലവർ അല്ല, രേണു ഫയറാണെന്നാണ് പറഞ്ഞത്. അതായത് രേണു ഫ്ലവർ അല്ല ഫയർ എന്ന് പറഞ്ഞിങ്ങനെ കയറി പോയിട്ടുണ്ടായിരുന്നു. ഫയർ എന്ന് പറഞ്ഞാൽ ആളിപ്പടരുന്ന തീയാണ്. കുറച്ച് മുമ്പ് ലൈവ് നോക്കിയ സമയത്ത് ആര്യനും അനീഷുമായിട്ടടി നടക്കുന്നുണ്ട്. ആര്യൻ അനീഷിൻ്റെ കയ്യിലുള്ളത് പിടിച്ചു പറിക്കാൻ, എൻ്റെ പോക്കറ്റ് കൈയിടരുതെന്നും പറഞ്ഞിട്ട് പിടി വലിയ കൂടുന്നുണ്ട്. നല്ല രസമാണ് എന്തായാലും കാണാൻ. ഇതെല്ലാം ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ബിഗ് ബോസിനകത്ത് പോകുമ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ പറ്റി. ഇവരൊക്കെ രേണുവിൻ്റെ പിന്നെ നമ്മൾ നേരത്തെ കണ്ടാണല്ലോ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിലും അല്ലാത്തതിലും ആൽബത്തിൽ അഭിനയിച്ചതിനെ പറ്റിയിട്ടും ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഒക്കെ. എന്താണാവോ ബിഗ് ബോസിനകത്ത് പോയപ്പോൾ ഇപ്പം ഡ്രസ്സിൽ കുറച്ച് ചേഞ്ച് കാണുന്നുണ്ട്. ദൈവമേ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഡ്രസ്സ് അവൾ ഇടുന്നത് കയ്യില്ലാത്തതോ അല്ലെങ്കിൽ നിക്കറോ മറ്റോ ഇട്ട് നടന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയും ചേച്ചി ചേച്ചി ഇങ്ങനെ പറഞ്ഞതേ ചേച്ചീൻ്റെ നാക്ക് കരുനാക്കെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. രേണു എന്ന് പറഞ്ഞാൽ അവൾക്ക് പണം മാത്രമാണ് മുഖ്യം, അല്ലാതെ മറ്റൊന്നിനും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു പെണ്ണാണ് രേണു. ലൈവ് എന്തായി എന്നുള്ളത് നോക്കട്ടെ.